Hi friends, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കോവക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോവക്കായ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം കോവക്കായാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ നീളനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നീളനെ തന്നെ കട്ട് ചെയ്യാനൊന്നും ഒരു നിർബന്ധവുമില്ല കേട്ടോ. നമുക്ക് റൗണ്ട് ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ മുഴുവൻ കോവക്കായും കട്ട് ചെയ്തെടുത്തു. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 പച്ചമുളക് നടുകെ കീറിയതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കോവക്കായിലെ ആ മസാലയൊക്കെ നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് കൂട്ടി തരുമ്പോൾ കേട്ടോ. അതുപോലെ ആ സവാളയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കോവക്കായിലേക്ക് പിടിക്കുന്ന വിധത്തിൽ യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതോടെ മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 8 ചുവന്നുള്ളിയും 8 വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളിയെല്ലാം നല്ല ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്കായ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കോവക്കായ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. ഇനി ആ മസാലയുമായിട്ട് കോവക്കായ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോവക്കായിൽ നിന്നും വെള്ളം കുറേശ്ശെ ഇറങ്ങും, എങ്കിലും ഒരു 3 ടേബിൾ സ്പൂൺ കൂടി വെള്ളം നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കോവക്കായൊക്കെ പകുതി വേവ് ആയിട്ടുള്ളൂ, മുഴുവനായിട്ടും വെന്തിട്ടില്ല. വെള്ളം അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് 7 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കോവക്കായ എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കേ വേണ്ടൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. Thank you. Thanks for watching.